അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ കേരളീയ മുസ്ലിം ഉമ്മത്ത് മറക്കാൻ പറ്റില്ല. കാണ്ഡപുരത്തിന്റെ ബന്ധം ആരുമായി കൊണ്ടാണ്? ഈ കഴിഞ്ഞ ദിവസം കാണ്ഡപുരത്തിന്റെ യാത്രയുടെ തുടക്കം കുറിച്ചതാരാ? ഒരുപാട് ആലിമ്യങ്ങൾ അവിടെ കൂടെ ഉണ്ടായിട്ടും സാദാത്തുക്കൾ ഉണ്ടായിട്ടും അവരെ കൊണ്ടൊന്നും തുടക്കം കുറിക്കാതെ KV തോമസിനെ കൊണ്ടാണ് ഉദ്ഘാടനം കുറിച്ചത്. എണ്ണം മുസ്ലിം വിരോധികളുടെ കൂടെയാണ് ഇവരുടെ ചങ്ങാത്തം. ഉദാഹരണമായി നമുക്കൊന്ന് ആദ്യമായി കൊണ്ട് പറയാം. ആദ്യമായി മർക്കസ് നമ്മൾ ഇവരെ തമ്മിലുള്ള ഭിന്നിപ്പിന്റെ തുടർച്ചയിൽ മുസ്ലിം സമുദായത്തെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച സംഭവം ഉണ്ടായത് ബാബരി മസ്ജിദിന്റെ തകർച്ചയാണ്. ശരീഅത്ത് പ്രശ്നം പോലെ തന്നെ ബാബരി മസ്ജിദിന്റെ തകർച്ച. ബാബരി മസ്ജിദ് തകർക്ക സമയത്ത് അതിന് രാജ്യത്തിന്റെ പോലീസിനെ നോക്കുകുത്തിയാക്കി മാറ്റിയ സാക്ഷാൽ നരസിംഹറാവു അന്ന് തൻ്റെ ചോറ്റുപട്ടാളത്തെ ഒരീച്ചയെ പോലും കൊല്ലൻ തോക്കെടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിനെ നിസ്സംഗത പാലിപ്പിച്ച, രാജ്യത്തിൻ്റെ പട്ടാളത്തെ നോക്കിക്കുത്തി പോലെ നിർത്തിയ SV ചവാൻ, ആ രണ്ട് വ്യക്തികളെയും, ചവാനെയും നരസിംഹറാവിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയെയും കാരന്തൂർ മർക്കസിലേക്ക് സ്വീകരിച്ചിരുത്തിയിട്ടുണ്ടെങ്കിൽ മുസ്ലിം ശത്രുക്കൾക്ക് പാലം പണിത് കൊടുക്കാനാണ് അന്ന് കാന്തപുരം തയ്യാറായത്. രണ്ടാമതായി വീണ്ടും നമ്മൾ കണ്ടു രാജഗോപാൽ എന്ന് പറയുന്ന മുസ്ലിം വിരോധി സംഘപരിവാറിന്റെ അപ്പോസ്തലൻ, അയാളെ കൊണ്ടുവരാനാണ് മർക്കസിന്റെ ക്യാമ്പസ് പിന്നെ തയ്യാറായത്. മൂന്നാമതായി വീണ്ടും നമ്മൾ കണ്ടത് എന്താണ്? ഈ രാജ്യത്തിന്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭീകരവാദി എന്നാര് ചോദിച്ചാൽ, ഇന്ത്യൻ ഡ്രാക്കുള ആരാണെന്ന് ചോദിച്ചാൽ ഏത് LKG വിദ്യാർത്ഥിയും പറയും അത് സാക്ഷാൽ നരേന്ദ്രമോദിയാണ്. ഗുജറാത്തിന്റെ തിരുവീതിയിൽ ആ രാജ്യത്തെ, ആ സംസ്ഥാനത്തെ മുസൽമാനെ പച്ചയിൽ കത്തിച്ച നരേന്ദ്രമോദി, ആ നരേന്ദ്രമോദിയുടെ കൂട്ടച്ചെയ്തികളെ നിഷേധിക്കാൻ നമുക്ക് സാധ്യമല്ല. ഇന്നും ആ കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ആളുകൾ ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ നരേന്ദ്രമോദി ഇന്ത്യൻ മുസൽമാന്റെ മനസ്സിൽ മുഴുവനും വെറുക്കപ്പെട്ട ആളായ സന്ദർഭത്തിൽ നരേന്ദ്രമോദിയെ ചെന്നുകൊണ്ട് ആശ്വസിപ്പിക്കാൻ, വർഗീയ കലാപത്തിന്റെ തേരോട്ടം നടത്തിയ ആ മനുഷ്യനെ ചെന്നുകൊണ്ട് കാണാൻ ആദ്യം തയ്യാറായ, അവസാനവും തയ്യാറായ ഇന്ത്യയിൽ ഒരേ ഒരു മുസ്ലിം വേഷധാരി പണ്ഡിതനുണ്ടെങ്കിൽ അത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ മാത്രമാണ്. അഹ്ലുൽ ബൈത്തിൻ അരിമുല്ല മുല്ലക്കോയ റളിയല്ലാഹ്, ഹളറുൽ മൗത്തിൻ മണമുള്ള ശംസുൽ ഉലമാ വലിയുല്ലാഹ്. അഹ്ലുൽ ബൈത്തിൻ അരിമുല്ല മുല്ലക്കോയ റളിയല്ലാഹ്, ഹളറുൽ മൗത്തിൻ. ബഹുമാനായ അധ്യക്ഷൻ, ഈ ജാഥയുടെ ക്യാപ്റ്റൻ ഹമീദ് ബൈക്കി ഉണ്ടാക്കുന്നത്, ഉപാധ്യക്ഷൻ വണമ്പള്ളി മുഹമ്മദ് ബൈക്കി, വേദിയിലുള്ള മറ്റു ഉലമാക്കളെ, സഹോദരന്മാർ, ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിനൊന്നും തീരെ പ്രസക്തിയില്ല. ഇവിടെ ജാഥാ ക്യാപ്റ്റൻ്റെ പ്രസംഗം കേൾക്കുന്നതിന് വേണ്ടിയാണ് ആളുകൾ ധരിച്ചുകൂടിയിട്ടുള്ളത്. മാത്രമല്ല കാലാവസ്ഥ ബ്ലോക്കായി നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് വളരെ പെട്ടെന്ന് ജാഥാക്യാപ്റ്റനെ പ്രസംഗിക്കുന്നതിന് വേണ്ടി ഉദ്ഘാടന പ്രസംഗത്തിലേക്ക് ഞാൻ ഒന്നും കടക്കുന്നില്ല. ഈ മഹത്തായ സമ്മേളനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പുണ്യവാക്യം ഉച്ചയ്ക്ക് ഉദ്ഘാടനം ചെയ്ത കാര്യത്തിൻ്റെ വാക്കുകൾ നിർത്തുന്നു. വാക്കുകൾ അൽഹംദുലില്ലാഹ്, നിരന്തരം നടത്തിയ സമരത്തിന്റെ ഫലമായി 50 ശതമാനം വിധജകൾ നമ്മുടെ സമരം വിജയിച്ചു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ഇക്കാലത്തെയും കവലകൾത്തോളം ഈ മുടി ന്യായീകരിച്ചുകൊണ്ട്, കള്ളം പ്രചരിപ്പിച്ചുകൊണ്ട് നാട്ടിട്ടടിച്ചു നടന്ന കാന്തപുരത്തിന്റെ അനുയായികളെ ഇവിടെ അവർ മൗനം പാലിച്ചിരിക്കുന്നു. സമസ്തയും ശ്രുതി നീട്ടി അലയടിച്ചുയരുന്ന സാഗരനിൽ എന്നു മലയൊലി തീർത്ത സമസ്ത ഇതാ. കന്നിയത്തിൻ തിരുതാരാട്ടിൽ കുതികുതിച്ചുയർന്നുള്ള സമസ്ത ഇതാ. കർമ്മപദത്തിൻ തേരതിലായി എന്നും കാതങ്ങൾ താണ്ടിയ സംഗമിതാ. കന്നിയത്തിൻ തിരുതാരാട്ടിൽ കുതികുതിച്ചുയർന്നുള്ള സമസ്ത ഇതാ. കർമ്മപദത്തിൻ തേരതിലായി എന്നും കാതങ്ങൾ താണ്ടിയ സംഗമിതാ. മഹാമക പണ്ഡിതർ മാതൃക കാട്ടി മലരുവിരിയിച്ച സമസ്ത ഇതാ. മഹാമക പണ്ഡിതർ മാതൃക കാട്ടി മലരുവിരിയിച്ച സമസ്ത ഇതാ. അറിവിന്റെ മകത്തര വഴി കാട്ടി ഇന്ന് അതിശയ സമസ്തയും ശ്രുതി നീട്ടി അലയടിച്ചുയരുന്ന സാഗരമിൽ എന്നു മലയൊലി തീർത്ത സമസ്ത ഇതാ.
ഗുരുവര്യനൊരുപാട് സേവനമായി ഗുണഗണമൊത്ത ശ്രേഷ്ഠര സന്നിധിയായി ഗഹനമദീനിനെ അറിഞ്ഞിടുവാൻ ഇന്ന് ഗാംഭീര്യത്താലവരും പടയായി ഗുരുവര്യനൊരുപാട് സേവനമായി ഗുണഗണമൊത്ത ശ്രേഷ്ഠര സന്നിധിയായി ഗഹനമദീനിനെ അറിഞ്ഞിടുവാൻ ഇന്ന് ഗാംഭീര്യത്താലവരും പടയായി മകമക പണ്ഡിതർ മാതൃക കാട്ടി മലര് വിരിയിച്ച സമസ്ത ഇതാ മകമക പണ്ഡിതർ മാതൃക കാട്ടി മലരു വിരിയിച്ച സമസ്ത ഇതാ അറിവിന്റെ മകത്തര വഴി കാട്ടി ഇന്ന് അതിശയ സമസ്തയും ശ്രുതിമീട്ടി അലയടിച്ചുയരുന്ന സാഗരമിൽ എന്നു മലയൊലി തീർത്ത സമസ്ത ഇതാ അറിവിന്റെ മകത്തര വഴി കാട്ടി ഇന്ന് അതിശയ സമസ്തയും ശ്രുതിമീട്ടി അലയടിച്ചുയരുന്ന സാഗരമിൽ എന്നു മലയൊലി തീർത്ത സമസ്ത ഇതാ